ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. പിന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു സാൻഡ്വിച്ചിൻ്റേതാണ്. നമ്മൾ ഈ സാൻഡ്വിച്ചിന് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മുട്ടയും ക്യാരറ്റും കാബേജുമാണ്. കൂടെ മയോണൈസും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കുന്ന ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മയോണൈസിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ സാൻഡ്വിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റും കാബേജുമാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3/4 കപ്പ് കാബേജാണ്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുട്ട കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു 4 മുട്ട വരെയൊക്കെ എടുക്കാം കേട്ടോ. ഇനി സാൻഡ്വിച്ചിനായിട്ട് നമുക്ക് വേണ്ടത് മയോണൈസാണ്. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്. നമ്മൾ നേരത്തെ ഒരു മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ കണ്ട് നോക്കാം. നേരത്തെ മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിത് മയോണൈസ് ഉണ്ടാക്കുന്നത് കാണിക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് നോക്കുക. ഇനി സാൻഡ്വിച്ചിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാബേജും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. കാബേജും ക്യാരറ്റും ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്തിരിക്കുന്ന മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പൊടികളെല്ലാം ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും കാബേജൊക്കെ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഓവർ കുക്കാകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് മുട്ടയും കൂടി ഇട്ട് കുക്ക് ചെയ്യാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 3 മുട്ട നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗൊക്കെ ഉണ്ടാക്കുന്ന പോലെ പെട്ടെന്ന് ചിക്കി വറുത്തെടുക്കണം. സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കണം. മുട്ട ചേർത്തതിന് ശേഷം കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചിക്കി വറുത്തെടുത്താൽ മതി. മുട്ട ഒന്ന് പാകത്തിന് കുക്കായി വരണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് കൂടിയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കണം. ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മയോണൈസ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മയോണൈസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് ഞാൻ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു കഷ്ണം ബ്രെഡ് വെച്ച് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ബ്രെഡിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫില്ലിങ് വെച്ചെടുക്കാം. ഈ ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ഞാനിവിടെ ടോസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ്റെ മുകളിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബട്ടറോ നെയ്യോ തടവി കൊടുക്കണം. അതിന് ശേഷം ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം.
ബ്രെഡ് വെച്ചതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലും കുറച്ച് ബട്ടർ നെയ്യോ നമുക്ക് തടവി കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് സൈഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. നിങ്ങൾക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ബ്രെഡിൻ്റെ ബ്രൗൺ കളറുള്ള ഭാഗമെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ബ്രെഡിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചതിന് ശേഷം മറ്റൊരു കഷ്ണം ബ്രെഡ് പീസ് വെച്ച് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി സാൻഡ്വിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫോയിൽ പേപ്പറിലോ ബട്ടർ പേപ്പറിലോ ഒക്കെ പൊത്തി നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ അമ്മയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.